നമ്മളെ ഖൽബിൽ മഹബ്ബത്തുണ്ടോ? ഇല്ല ഇല്ല. കുട്ടിക്കാലം മുതലേ നമ്മൾ പറയും ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെ മക്കളെക്കാളും ഭാര്യയെക്കാളും സ്വന്തം ശരീരത്തെക്കാളും നിങ്ങൾ മഹബ്ബത്ത് വെക്കണം സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. അങ്ങനെ നിങ്ങളെ ഭാര്യയെക്കാളും മക്കളെക്കാളും നിങ്ങളെ ഖൽബിൽ മഹബ്ബത്തുണ്ടോ? അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. ആ മഹബ്ബത്ത് നിങ്ങളെ ഈ ഭാര്യയെക്കാളും മക്കളെക്കാളും നമ്മളെ ഖൽബിൽ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? അപ്പോഴാണ് മഹബ്ബത്ത്, യഥാർത്ഥ മഹബ്ബത്ത് പ്രകടമാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഭാര്യക്കൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ, നമ്മളെ മക്കൾക്കൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു ബാപ്പന്റെ മനസ്സിലെ ചിന്ത, ഈ ഡ്രസ്സ് എൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ട ഡ്രസ്സാകണം, എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ട ഡ്രസ്സാകണം, എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സാകണം. റസൂലുള്ളാഹിന്റെ ഇഷ്ടം നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. പെരുന്നാൾക്കൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മളെ മനസ്സിലെ ചിന്ത എന്താ? ഈ ഡ്രസ്സ് എൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ട ഡ്രസ്സാകണം. റസൂലുള്ളാഹിന്റെ ഇഷ്ടം നമ്മൾ നോക്കിയിട്ടുണ്ടോ?